ഒക്ടോബർ 19 മുതൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഏകദിന പരമ്പര ആരംഭിക്കാനായി പോവുകയാണ്. പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇന്നാണ് BCCI പ്രഖ്യാപിക്കാനായി പോകുന്നത്. എന്നാൽ ടീം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വ്യക്തമായ ചിത്രം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ടീമിന്റെ അന്തിമ ലിസ്റ്റ് ഇന്ന് BCCI ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കുകയുള്ളൂ. ടീം സ്ക്വാഡ് പരിഗണിക്കുകയാണെങ്കിൽ ചില സർപ്രൈസ് താരങ്ങളുടെ എൻട്രിയും കാണാനായി സാധിക്കുന്നുണ്ട്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരുടെ മടങ്ങിവരവ് തന്നെയാണ് പരമ്പരയെ ഏറെ ശ്രദ്ധേയമാക്കി മാറ്റിയിരിക്കുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് രോഹിത്തും കോഹ്ലിയും ഏകദിനത്തിൽ ടീം ഇന്ത്യക്ക് വേണ്ടി കളിക്കാനായി എത്തുന്നത്. രോഹിത് ശർമ്മ ക്യാപ്റ്റനായ ടീമിൽ SSC ജയ്സ്വാൾ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ എന്നിവർക്കൊപ്പം മലയാളി താരം സഞ്ജു സാംസണും വിക്കറ്റ് കീപ്പർ ബാറ്റർ റോളിൽ സർപ്രൈസ് എൻട്രി നടത്തിയിട്ടുണ്ട്. ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത് എന്നിവരെ പരമ്പരയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ജഡേജ, അക്സർ പട്ടേൽ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരെ ഓൾറൗണ്ടർമാരായി പരിഗണിച്ചപ്പോൾ ഹർദിക് പാണ്ഡ്യയെ ടീം ഇന്ത്യ ഓൾറൗണ്ടർ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരാണ് ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി ഇടം നേടിയിരിക്കുന്നത്. ഹർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ എന്നിവർ ഫാസ്റ്റ് ബോളിംഗ് ലൈനപ്പിലേക്ക് എത്തിയപ്പോൾ പരമ്പരയിൽ ജസ്പ്രീത് ബുംറയ്ക്ക് ടീം ഇന്ത്യ വിശ്രമം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ കംപ്ലീറ്റ് സ്ക്വാഡിന്റെ ലിസ്റ്റ് പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, SSC ജയ്സ്വാൾ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, സഞ്ജു സാംസൺ, ജഡേജ, അക്സർ പട്ടേൽ, നിതീഷ് കുമാർ റെഡ്ഡി, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ഹർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരാണ് ടീമിൽ ഇടം നേടിയിരിക്കുന്നത്. ഈ കൺഫേംഡ് ലിസ്റ്റ് തീർച്ചയായിട്ടും BCCI ഇന്ന് ഉച്ചകഴിഞ്ഞായിരിക്കും പ്രഖ്യാപിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.